പ്രശസ്ത ഹിന്ദി സിനിമാ രംഗത്തെ വാനമ്പാടിയായ അൽക്ക യാഗ്നിക്കിന് അപൂർവ രോഗം ബാധിച്ച് കേൾവിശക്തി നഷ്ടമായെന്ന് ഗായിക അറിയിച്ചു. അപൂർവമായി സംഭവിക്കുന്ന ശ്രവണനഷ്ടം എന്ന അവസ്ഥയാണ് അൽക്കയ്ക്കുണ്ടായത്. അപ്രതീക്ഷിതമായുണ്ടായ രോഗാവസ്ഥയിൽ താൻ മാനസികമായി ഏറെ തളർന്നു പോയെന്നും മടങ്ങിവരവിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും അൽക്ക പറഞ്ഞു. നിങ്ങളുടെ സ്നേഹത്തിലൂടെയും പിന്തുണയിലൂടെയും പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരാനാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ നിർണായകമായ നിമിഷത്തിൽ നിങ്ങളുടെ സ്നേഹം എനിക്ക് ശക്തി നൽകട്ടെ എന്നിങ്ങനെ ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലുമായി അൽക്ക കുറിച്ചു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അൽക്ക ഒരു വിമാനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ കേൾവിശക്തിക്കു തകരാർ സംഭവിച്ചതായി തോന്നി. കുറച്ചു നാളുകളായി തന്നെ മുഖ്യധാരയിൽ കാണാതെ വന്നതോടെ പലരും അന്വേഷിക്കാൻ വന്നിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ മൗനം വെടിയുന്നത്. അപൂർവമായി സംഭവിക്കുന്ന കേൾവി നഷ്ടമാണ് തനിക്കുണ്ടായതെന്നും പെട്ടെന്നുണ്ടായ ഈ അപ്രതീക്ഷിതമായ രോഗാവസ്ഥ തന്നെ പൂർണ്ണമായും ഉലച്ചുവെന്നും ഇപ്പോൾ താൻ അതിനോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയാണെന്നും അൽക്ക പറഞ്ഞു. ബോളിവുഡിൽ ഏറ്റവുമധികം സോളോ ഗാനങ്ങൾ പാടിയ ഗായികമാരിൽ ഒരാളാണ് അൽക്ക യാഗ്നിക്. മാധുരി ദീക്ഷിത്, ജൂഹി ചൗള, ശ്രീദേവി തുടങ്ങിയവർക്കു വേണ്ടിയായിരുന്നു അൽക്കയുടെ കൂടുതൽ പാട്ടുകളും. 90കളിലെ അൽക്ക യാഗ്നിക് പ്രണയഗാനങ്ങൾ ഇന്നും സംഗീതാസ്വാദകർക്ക് പ്രിയപ്പെട്ടവയാണ്. 2020 ലോകത്ത് ഏറ്റവും അധികം ആളുകൾ കേട്ടതും യൂട്യൂബിൽ സ്ട്രീം ചെയ്തതും ഗായിക അൽക്ക യാഗ്നിക്കിൻ്റെ പാട്ടുകളായിരുന്നു. വിഖ്യാത സംഗീത ബാൻഡുകളെയും പിന്തള്ളിയാണ് അൽക്ക യാഗ്നിക് ഒന്നാമതെത്തിയത്. 2020ലും 2021ലും ഈ നേട്ടം അൽക്കയുടെ പേരിൽ തന്നെയായിരുന്നു. ഗായിക അൽക്ക യാഗ്നിക്കിനെ ബാധിച്ച അപൂർവ രോഗത്തെക്കുറിച്ചറിയാം. സെൻസറിനറൽ ശ്രവണനഷ്ടം എന്നത് ഒരു തരം കേൾവിക്കുറവാണ്. ചെവിയിൽ നിന്ന് തലച്ചോറിലേക്ക് അല്ലെങ്കിൽ മസ്തിഷ്കത്തിലേക്ക് നീങ്ങുന്ന നാഡിയുടെ ഉത്ഭവസ്ഥാനമായ ആന്തരിക ചെവിക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് മൂലമാണ് ഇത് സംഭവിക്കുന്നത്.